ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് സജീവ ചർച്ചയായിട്ട് വിഷയമായിട്ട് ഇരിക്കുന്നത് നമ്മളെ RLB രാമകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ കലാഭവൻ മണിയുടെ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട് സത്യഭാമയായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളാണ്. ഇതിൽ അവരെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവർ ആ പദവി ഒരു അഭിമാനബോധത്തോട് കൂടിയിട്ട് ആ പദവി കൊണ്ടുവരുന്നത്. അവരെ ആ പേര് വിളിക്കാൻ സത്യത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചിട്ട് പറഞ്ഞുപോയ ഒരു കാര്യം അത് അബദ്ധമാണെന്ന് തിരിച്ചറിയുകയോ അത് തിരുത്താൻ തയ്യാറാവുകയോ കേരളം മുഴുവൻ തന്നെ ഒറ്റ ശബ്ദത്തിൽ അതിനെതിരായി രംഗത്ത് വന്നപ്പോൾ ഈ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും പിന്നീട് അത് തിരുത്താൻ വിസമ്മതിക്കുകയും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ത്രീ. അവരെ നമ്മളിപ്പോൾ കലാമണ്ഡലം എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് അതിൻ്റെ ഒരു മോശം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലാമണ്ഡലം ചേർത്ത് വിളിക്കുന്നത് ഒഴിവാക്കുകയാണ്. പിന്നെ സത്യഭാമ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിലുള്ള കലാമണ്ഡലം സത്യഭാമ ടീച്ചർ തലശ്ശേരി സ്വദേശിയായ മൺമറഞ്ഞു പോയ അവരുടെയൊക്കെ സേവനം പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ആ ഒരു കലാമണ്ഡലം ടീച്ചറുടെ സേവനം അതൊക്കെ ഈ ഒരു മേഖല കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനത്തിൽ വലിയ രീതിയിൽ പ്രാധാന്യമുള്ള പേരുകളാണ്. അപ്പോൾ അത്തരത്തിലൊരു പേര് പിന്നെ ടീച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ളൊരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അർഹതയില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? കലകളും മൂല്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രതിലോമകരമായിട്ടുള്ള ഒരു മൂല്യം മനസ്സിൽ വെച്ചുകൊണ്ട് ജാതിപറി യഥാർത്ഥത്തിൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഈ അഭിമുഖം ഈ യൂട്യൂബ് ചാനലിൽ വന്ന അത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ആദ്യഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. ചാലക്കുടിക്കാരനായിട്ടുള്ള നൃത്യാധ്യാപകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഇയാൾ ശ്രീരാമകൃഷ്ണൻ ഈ പറഞ്ഞ മോഹിനിയാട്ടം പ്രാക്ടീസ് ചെയ്യുന്നതോ കുട്ടികളെ പഠിപ്പിക്കുന്നതോ ഇവർക്ക് തീരെ ദഹിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. എന്തായാലും അവർ പറയുന്ന കാരണങ്ങൾ എന്താണ്? പൊതുസമൂഹത്തിനോട് മുന്നിൽ വിളിച്ചു പറയുകയാണ്. അയാളെ കണ്ടാൽ കാക്കയുടെ നിറമാണ്, പെറ്റ തള്ള സഹിക്കൂല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം പേര് പറയുന്നില്ലെങ്കിലും കേരളത്തിൽ അല്ലെ ഈ ലോകത്ത് ജനിച്ച ഏതൊരു വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിലും ഇങ്ങനെ ഒരു പദം പ്രയോഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് തന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഇതേ ഭരണഘടന തന്നെ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും തുല്യതയോടെയും ജീവിക്കാനുള്ള അവസരം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ അവസാനിക്കുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരാളുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള അല്ലെ തുല്യതയുടെ അവകാശത്തിന് ഉപരിയല്ല മറ്റൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് വിഷയം. നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ താല്പര്യം രാജ്യത്തിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജ്യദ്രോഹത്തിൽ കുറ്റത്തിന് കേസ് വരും. അതേപോലെ തന്നെ അധിക്ഷേപപരമായിട്ട് വർണ്ണവെറി അല്ലെങ്കിൽ ജാതി അധിക്ഷേപം അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യപരമായിട്ട് മറ്റൊരു വിഭാഗം ജനങ്ങളെയോ ഒരു വ്യക്തിയെയോ അത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രയോഗം നടത്തുക എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇവർ പറയുന്നത് മോഹിനിയാട്ടം അതൊരു പൗരാണിക കലയാണ്. അപ്പോൾ അതിനകത്ത് മോഹിനിയാട്ടമാണ്, അല്ലാതെ മോഹനനാട്ടമല്ല. അതുകൊണ്ട് സ്ത്രീകൾ കളിക്കണം. അത് സാധാരണ സ്ത്രീകൾ കളിച്ചാൽ പോരാ, നല്ല ഭംഗിയുള്ള സ്ത്രീകൾ കളിക്കണം. പുരുഷന്മാരാണെങ്കിൽ തന്നെ നല്ല കാണാൻ കൊള്ളാവുന്ന പുരുഷന്മാരായിരിക്കണം. ഇത്തരത്തിലൊക്കെയുള്ള കുറേ അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇവർ ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാം ഈ പഴയ കാലങ്ങളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗണികകൾ അല്ലെങ്കിൽ ഈ ദേവദാസി സമ്പ്രദായം നിലനിന്ന കാലത്ത് ആ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രമാണിമാരെയും രാജാക്കന്മാരെയും നാടുവാഴികളെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീര ചലനങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് സൃഷ്ടിക്കപ്പെട്ടൊരു കലാരൂപമാണ്. പഴയ കാലത്ത് ഇതിൻ്റെ പേര് കൂത്തിച്ചാട്ടമായിരുന്നു. കൂത്തിച്ചിന്ന് ഒരു തെറിപ്രയോഗമാണ്. കൂത്തിച്ചി എന്ന് പറഞ്ഞാൽ കൂത്ത് കളിക്കുന്ന അച്ചിയാണ് പിന്നീട് കൂത്തിച്ചായി മാറിയത്. ഇന്ന് നമ്മൾ ഒരാളെ കൂത്തിച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു അധിക്ഷേപ പദമാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ കാലഘട്ടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരാൾ ഈ കൂത്ത് കളിക്കുന്ന ആളുകൾ കൂത്തിച്ചാണ്, അതുകൊണ്ട് ഈ സത്യഭാമ കൂത്തിച്ചാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതെൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അത് കാലഘട്ടപ്പെട്ടു പോയി പണ്ട് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വീഴുന്ന പ്രമാണിമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഗണികകളും അതേപോലെയുള്ള ദേവദാസികളായിട്ടുള്ള ആളുകൾ ഈ ശരീര സൗന്ദര്യം മറ്റുള്ള ആളുകൾ തമ്മിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ പിൻഭാഗവും മുൻഭാഗവും ഒക്കെ ഏതെല്ലാം തരത്തിൽ
വളരെ ലാസ്യഭംഗിയോടെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ രൂപപ്പെടുത്തി വന്ന ഒരു സംഭവമാണത്. അത് അന്ന് കൂത്തുചാട്ടം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരു കലാരൂപമാണ്. പിൽക്കാലത്ത് ഈ കലാമണ്ഡലത്തിൻ്റെ ഒക്കെ വരോട് വള്ളത്തോള്, അതേപോലെ കല്യാണിക്കുട്ടിയമ്മ, പഴയ നമ്മുടെ ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പോലെയുള്ള ഒരുപാട് ആളുകൾ, കലാസ്നേഹികളായിട്ടുള്ള ഈ രംഗത്തുള്ള കുലപതികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പഴയ കൂത്തുചാട്ടത്തിന് സഭ്യമായ രീതിയിലേക്ക് അണിയിച്ചൊരുക്കിയിട്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഇന്ന് മോഹിനിയാട്ടത്തിന് വലിയ രീതിയിലുള്ള സാമൂഹ്യ സ്വീകാര്യത കൈവന്നിട്ടുള്ളത്. പഴയ ഒരു കാലത്താണെങ്കിൽ ഇവരൊക്കെ സ്വയം ഒരു കുലസ്ത്രീയാണെന്ന് അഭിമാനം കൊള്ളുന്ന, അവരുടെ നോക്കിലും ഭാവത്തിലും ഒക്കെ തന്നെ പഴയ കാലത്തുള്ള നമ്മളെ മനുസ്മൃതിയുടെ പ്രേതം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത്രയേറെയാണ് വെറിയ അയാൾക്ക്. ജാതി പറയുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ ഉള്ള ചേതോവികാരം അത്തരത്തിലുള്ള വിവേചനത്തിൻ്റെയും ജാത്യാധിക്ഷേപത്തിൻ്റെയും ഒക്കെ തന്നെ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അർത്ഥത്തിൽ ഇപ്പം പണ്ട് കാലത്ത് ഇപ്പം കഥകളിയുടെ ആദ്യത്തെ പേര് രാമനാട്ടം എന്നായിരുന്നു. സ്ഥിരമായിട്ട് രാമനായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് ഇതിലിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാമനാട്ടമായിരുന്നു. പിന്നീട് മറ്റുള്ള കഥകളും കൂടി ഇത്തരത്തിൽ മുദ്രകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ അതിനെ കഥകളിയാക്കി മാറ്റി. ഇതേപോലെ തന്നെ വള്ളത്തോള് ഈ ഒരു മോഹിനിയാട്ടത്തെ വേറെ മറ്റൊരു പേര് കൊടുക്കണം എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നതാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഉപരിയാണ് ഒരാളുടെ അന്തസ്സിൻ്റെ അവകാശം, ആത്മാഭിമാനത്തിൻ്റെ അവകാശം. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അത് നമുക്കൊപ്പമുള്ള മറ്റേതെങ്കിലും സഹജീവിയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നതോ അവരുടെ അന്തസ്സിനെ കെടുത്തുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇവരത് പിൻവലിക്കാത്ത കാലത്തോളം അവർ ചെയ്തിട്ടുള്ളത് കുറ്റകൃത്യമാണ്. കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ സമൂഹത്തിന് മുന്നിലും അവർ അകറ്റി നിർത്തപ്പെടണം. ഇത്ര ആൾക്കാർ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു സത്യഭാമയുടെ പ്രശ്നം മാത്രമല്ല എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സത്യഭാമ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ കറുപ്പിനോടുള്ള അവഹേളനം ഇന്നലെ തുടങ്ങിയല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് ചരിത്ര അതീത കാലത്തോളം അതിന് പഴക്കമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സിംബാബ്വേൻ പ്രസിഡന്റ് ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, ഈ ബ്ലാക്ക് മാർക്കറ്റ്, ബ്ലാക്ക് മണി, അതുപോലെ കരിഞ്ചന്ത, അപ്പം കറുത്ത ശക്തികൾ, ഇതിൻ്റെ പിന്നിൽ കറുത്ത കൈ പ്രവർത്തിച്ചതായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിരന്തരമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കറുത്തവരായിട്ടുള്ള ആൾക്കാരടക്കം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം നിറത്തെ തന്നെയാണ്. പഴയ കാലത്ത് ഇപ്പോൾ ഒരുപാട് അധിക്ഷേപ പദങ്ങൾ അത്തരത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറ്റ എന്ന് നമ്മൾ ഒരാളെ അധിക്ഷേപിച്ച് വിളിക്കാറുണ്ട്. പഴയ കാലങ്ങളിൽ ചെറ്റ കുത്തി താമസിച്ചിരുന്ന വിഭാഗങ്ങളെ അധിക്ഷേപിച്ച് വിളിക്കാൻ വേണ്ടി സവർണ തമ്പുരാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പദമാണ് ചെറ്റ എന്നുള്ളത്. അത് ഇന്ന് പഴയ ചെറ്റയിൽ പാർത്തിരുന്നവരുടെ പിന്മറക്കാർ ഇന്ന് അതേ പദം തെറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിവാഹത്തിന് വെള്ള വസ്ത്രം ധരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കറുത്ത കൊടിയാകട്ടെ, കരിങ്കൊടി കാണിക്കുന്നത് വലിയ കാര്യമായിട്ടും കരിങ്കൊടി കാണുന്നത് ചതുർത്ഥിയായി കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കറുപ്പിനെ ഏതെല്ലാം തരത്തിൽ ഇടിച്ചു താത്താൻ പറ്റും നമ്മുടെ ഭാഷാ പ്രയോഗത്തിലൊക്കെ തന്നെ അത് വരുന്നുണ്ട്. കരിങ്കാലി, ഒരുത്തൻ കാല് മാറിയാൽ ഓല വിളിക്കുക കരിങ്കാലി. ഇതാ വെളുത്ത കാലുള്ളവർക്കൊന്നും ചെയ്യൂല, അധാർമികമായിട്ടുള്ള പ്രവർത്തിയാണ്. അപ്പോൾ അധാർമികമായിട്ടുള്ള നമ്മൾ രാക്ഷസന്മാരൊക്കെ കറുപ്പിച്ചിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുക, കാണിക്കുക. കറുത്തവർക്കാണ് വില്ലന്മാരൊക്കെ. പഴയ കാലത്തൊക്കെ വില്ലന്മാർ കംപ്ലീറ്റ് കറുത്ത് ഇരുണ്ട് പിടിച്ചായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ തിന്മയുടെ ആൾരൂപമായിട്ട് കറുപ്പിനെ ചിത്രീകരിക്കുകയും വർണ്ണവിവേചനത്തിൻ്റെ കാലഘട്ടത്തിൽ കറുത്ത ആൾക്കാർ ശരിക്കും മനുഷ്യരായിട്ടില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പം ഇന്നും നമ്മളിപ്പോൾ പരസ്യമായിട്ട് നമ്മൾ പൊതുരംഗത്ത് നമ്മൾ അത്തരത്തിലുള്ള വിവേചനങ്ങൾ പൊതുവിടങ്ങളിൽ കാണിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഏതെങ്കിലും രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള സത്യഭാവന്മാർ ഇന്നും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, വിവാഹാലോചന നടത്തി, ആള് കുറച്ച് കറുപ്പാണെങ്കിൽ നമ്മൾ നേരിട്ട് പറയില്ല, കറുത്താന്ന് പറയില്ല. കാരണം ഇപ്പം ആ ജാത ഒത്തില്ല എന്ന് പറയും. അപ്പോൾ ഈ നിറവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ അടക്കമല്ല നമ്മളെല്ലാവരും ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്.
അധികാരമുള്ള ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അധികാരം കയ്യിലുള്ളവർ എല്ലാം തന്നെ അവർക്ക് താഴെയാണെന്ന് അവർക്ക് തോന്നുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള സമീപനം വെച്ചു പുലർത്തുക എന്നുള്ളത് ജനാധിപത്യത്തെ വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവമാണ്. ഇത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ തുല്യതയിൽ അധിഷ്ഠിതമായി തുല്യതയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ആശയ സമുച്ചയമാണ് ജനാധിപത്യം. അതിനകത്ത് രണ്ടു തരം പൗരന്മാരില്ല, അവസാനത്തെ ആളും പ്രധാനമാണ്. അപ്പോൾ ഇത് ഒരു സാമൂഹ്യ എന്താണ് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമ്മൾ പൗരബോധത്തിനകത്തും സാമൂഹ്യ അവബോധത്തിനകത്തേക്കും ഈ വർണ്ണ ലിംഗ ജാതി മത ഭാഷാ ഭേദമന്യേ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ളൊരു അവബോധത്തിലേക്കാണ് നമ്മൾ സമൂഹം വളരേണ്ടത്. നിയമത്തിന് മുന്നിൽ, അല്ലാതെ ഫിസിക്കലായിട്ട് ചില ആൾക്കാർ ചോദിക്കും ആണും പെണ്ണും തുല്യരാണോ, കൊമ്പനാനയുടെ ശക്തി പെണ്ണാനക്കുണ്ടോ, ആൺമയിലിൻ്റെ സൗന്ദര്യം പെൺമയിലിനുണ്ടോ, ഇത്തരം ചോദ്യങ്ങളായിട്ട് തുല്യതയ്ക്ക് നേരെ വരുന്ന ആൾക്കാരുണ്ട്. തുല്യത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് തന്നെ, രണ്ടാൾ ആൺമക്കൾ തന്നെയാണെങ്കിലും ഒരാൾക്ക് നല്ല പേശി ബലം ഉണ്ടെങ്കിൽ മൂത്ത ആൾ പേശി ബലം കുറവാണ്, അപ്പം അനിയൻ പറയുന്നത് ഏട്ടൻ അനുസരിക്കണം എന്നില്ലല്ലോ. അങ്ങനെയല്ല. തുല്യത എന്ന് പറയുമ്പോൾ നമ്മുടെ വലിപ്പമോ സമ്പത്തോ ജാതിയോ മതമോ നിറമോ ഉയരമോ ഒന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ലോകത്ത് ഈ ജനാധിപത്യ ഭരണകൂടത്തിനകത്ത് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനകത്ത് നമ്മുടെ നീതിന്യായ സംവിധാനത്ത് മറ്റേതൊരു പൗരന് തുല്യമായിട്ടുള്ള അവകാശ അധികാരങ്ങളും ആത്മാഭിമാനവും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉറപ്പുവരുന്ന ഒരു മനോഭാവത്തിൻ്റെ കൂടെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അധിക്ഷേപാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരാളുടെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞാലാണെങ്കിലും അല്ലെങ്കിലും ശരി, ആ പ്രസ്താവന അവർ പിൻവലിക്കുന്നത് വരെ അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ തുടരണം. അവരെ സമൂഹം അവരുടെ അടുത്ത് ഒരാൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കരുത്. കാരണം അത്തരം മൂല്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ വരുന്ന ഭാവി തലമുറകൾക്ക് തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ അപകടകരമാണ്. അപ്പോൾ ഇതൊരു സന്ദേശം കൂടിയാണ്. ഇത്തരത്തിലുള്ള മനോഭാവം കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകൾക്കും പൊതുസമൂഹം നൽകുന്ന ഒരു സന്ദേശമായിട്ട് ഒരൊറ്റ വ്യക്തികളോ ഒരൊറ്റ സംഘടനകളോ ഒറ്റ രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ ഈ സത്യഭാമക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. ഇവർ പൊട്ടിവിട്ട് വലിയ വട്ടപ്പൊട്ട് വിട്ടിട്ട് ഇങ്ങനെ വായി തോന്നിയെല്ലാം ഛർദ്ദിക്കുമ്പോൾ അവർ വിചാരിച്ച് അവരുടെ ഭാഗത്തും കുറേ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളതുകൊണ്ടാണ് പലരും പറയാത്തത്. ഏതായാലും നമ്മളെല്ലാവരും സ്വയം വിചാരണ നടത്തേണ്ട, ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.